പറയണമല്ലോ, നിങ്ങളിപ്പോ വീഡിയോ പിടിക്കണമെന്ന് കണ്ടു. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പറ്റുന്ന പോലെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്യാൻ വേണം. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് വന്ന അനുഭവം നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പറയുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസാ അപ്പൊ ഞാൻ പറഞ്ഞ ടിക്കറ്റ് ഞാൻ കട്ടച്ചിറയുടെ മുകളിലുള്ള എന്നോടാരും ചോദിച്ചിട്ടില്ല. എന്നോട് എവിടെയാണ് ചോദിച്ചു? ഞാൻ ഏറ്റുമാനൂരാന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഈ കൊച്ചു അങ്ങോട്ട്. ഏത് അവളോടല്ലേ ആദ്യം ചോദിച്ചതെന്നു? അന്നേരത്തേക്ക് പൈസ തന്നത് ഞാനല്ലേ? അതേ അവളപ്പോ സ്ഥലം പറഞ്ഞിട്ടല്ലേ? അവൾ എന്നെ കട്ട ഏറ്റുമാനൂരെന്നല്ലേ പറഞ്ഞേ? അവിടെ ഞാൻ ചോദിക്കില്ലേ ഇവിടെ നിന്ന് കയറി ബാലൻസ് തരണം. ബാലൻസ് തരാതെ ഞാൻ പോവുകയല്ല. എനിക്കിട്ട് ബാലൻസ് തരണം. അപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ അടിച്ചത് നിങ്ങൾക്ക്. എന്നെ കിടങ്ങൂരെന്ന് പറഞ്ഞോ? അവള് കിടങ്ങൂരിന്നാ കേറിയെന്ന് ചോദിക്കുകയോ അല്ലെ അവള് പറയുകയോ ചെയ്തോ? അത് ഞാൻ ചോദിച്ചല്ലോ. അപ്പൊ മിണ്ടണില്ല എന്നോട്. അന്നേരം നിങ്ങളുടെ ഇഷ്ടത്തിന് അങ്ങ് അടിക്കുകയാണോ ചെയ്തത്? എന്നോട് ചോദിച്ചപ്പോ ഞാൻ രണ്ട് ഏറ്റുമാനൂർ ചോദിച്ചിട്ടാണ് നിങ്ങൾ അടുത്ത്. അല്ല, എന്നോട് ചോദിച്ചപ്പോ ഞാൻ രണ്ട് ഏറ്റുമാനൂരെന്ന് പറഞ്ഞതാണല്ലോ. എനിക്ക് ബാലൻസ് കിട്ടണം. ബാലൻസ് കിട്ടാതെ ഇറങ്ങിയല്ല. അത് തന്നെ. അപ്പൊ നിങ്ങൾക്ക് അത് പറഞ്ഞു. നിങ്ങൾ ഈ മൊബൈൽ കുത്തിക്കൊണ്ടിരുന്നല്ലേ കേരള സ്ഥലമൊന്നും പറയണോ? നിങ്ങളിപ്പോ വീഡിയോ പിടിക്കാന്ന് കണ്ടു. എന്നോട് എവിടെ ഇറങ്ങിയെന്ന് ചോദിച്ചപ്പോ ഞാൻ മൊബൈൽ വെച്ചോണ്ടിരിക്കുക. എനിക്കിപ്പോ ബാലൻസ് തരണേ കുഴപ്പമില്ല. എടുത്ത് മാറ്റി 6 രൂപ ഞങ്ങള് ബാക്കി പൈസ തരണോ? അല്ല, ഞാൻ 26 30 ടിക്കറ്റ് 30 പൈസ വാങ്ങിച്ചോളൂ. 30 പിന്നെ 4 രൂപ നിങ്ങളല്ല. ഞാൻ എങ്ങനെ തരും? ഞാൻ തന്ന ടിക്കറ്റിന്റെ പൈസ അല്ലേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അതിന്റെ ബാലൻസ് നിങ്ങൾ തരണ്ടേ? അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? അതെങ്ങനെ? ആ ടിക്കറ്റ് എത്ര അടിച്ചിങ്ങനെ? 30. ഞങ്ങള് കട്ടച്ചിറ പള്ളിയിൽ 13 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ഉള്ളു. 2 പേര്. ഇത് LS അല്ലേ? ശരി, 30. നിങ്ങൾ 26 രൂപ താ. 26 രൂപ 30 രൂപ തന്നല്ല ആദ്യം. അന്ന് ആ 30 രൂപ ആദ്യം താ. ആ 30 രൂപ തന്നത് തിരിച്ചതാ. അത് ആദ്യമായിട്ട് 26. അല്ല, ആദ്യം 26 ഞാൻ 30 രൂപ തന്നില്ലേ? 30 രൂപ കൈ തന്നില്ലേ? അതിങ്ങനെ തിരിച്ചതാ. അതിങ്ങനെ തിരിച്ചതാ. 30 26 എടുക്കും. 26 എടുക്കഞ്ഞതാ. എടുക്ക്. എനിക്ക് അവിടെ ബസ് പോകണ്ട. ഞാൻ എടുത്തോണ്ട് വരാം. ഞാൻ ഇന്നൊരു KSRTC ബസ്സിൽ കയറി. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ നിന്ന് ഞാൻ ഏറ്റുമാനൂരോട്ട് പോവുകയായിരുന്നു. ബസ്സിൽ കയറി കണ്ടക്ടർ ടിക്കറ്റ് ഇട്ടു. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ആയിരുന്നു ബസ്സിൽ കയറിയിരുന്നത്. അപ്പം അവളോട് ടിക്കറ്റ് എവിടെയാണ് പോകുന്നതെന്ന് അവൾ ചോദിക്കുക പോലും ചെയ്യാതെ ഞാൻ കയറിയത് കട്ടച്ചിറപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്നാണ് ഞാൻ കയറിയത്. പക്ഷെ അവർ ടിക്കറ്റിൻ്റെ ക്യാഷ് ഇട്ടത് കിടങ്ങൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന്. അവരോട് മാന്യമായിട്ട് ആദ്യം അപ്പോൾ ടിക്കറ്റ് തന്നപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ കട്ടച്ചിറപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കയറിയത്, കിടങ്ങൂരിന്നല്ല. ബാലൻസ് ആദ്യം അവർ ടിക്കറ്റ് തരുന്നതിന് മുമ്പ് തന്നെ 30 രൂപ അവർ ഏറ്റുമാനൂർ സ്ഥലം ശരിക്കും അവർ ചോദിക്കാതെ തന്നെ 26 രൂപ ഒരാൾക്ക് കട്ടച്ചിറയിൽ നിന്ന് ഏറ്റുമാനൂരോട്ട് വെറും ഒരാൾക്ക് 13 രൂപയേ ഉള്ളൂ. ഞങ്ങൾ 2 പേരാണ് പോയത്. അപ്പോൾ 2 പേർക്ക് കൂടെ കൂട്ടി 26 രൂപയുള്ളൂ. അപ്പോൾ അവർ ടിക്കറ്റ് എൻ്റെ ചേച്ചിയുടെ കൊടുത്തു. അന്നേരം ഞാൻ 26 ആണെന്ന് കരുതി. എന്നോട് അവർ സ്ഥലം ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ ഞാൻ അങ്ങോട്ട് എന്നെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്, കാശ് താന്നുള്ള രീതിയിൽ. അപ്പം ഞാനാണെങ്കിൽ അവർക്ക് എൻ്റെ കയ്യിലിരുന്ന് 30 രൂപ കൊടുത്തിട്ട് അവർ ബാലൻസ് തരുമെന്ന് വിചാരിച്ചിട്ട് 30 രൂപ അങ്ങ് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ നോക്കുമ്പോൾ ടിക്കറ്റ് 30 എഴുതിയേക്കുന്നത്. അപ്പോൾ അവർ അന്നേരത്തേക്ക് ഞങ്ങൾ അപ്പോൾ ഒന്നും ചോദിച്ചില്ല. അത് അവർ അന്നേരം കുറച്ച് ഫ്രണ്ടിലോട്ട് കയറിയിട്ട് ആ ചേച്ചി ഇങ്ങനെ വേറെ ആൾക്കാരുടെ നിന്ന് ക്യാഷ് മേടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ചേച്ചി ആദ്യം ഈ ടിക്കറ്റ് അവളുടെ കിട്ടുന്ന സമയത്ത് തന്നെ അവരോട് പറഞ്ഞു, ഞങ്ങൾ കട്ടച്ചിറയിൽ നിന്നാണ് കയറിയത്, കിടങ്ങൂര് നല്ലെന്ന് അവരോട് പറയുന്നുണ്ട്. പക്ഷേ അവരത് കേൾക്കാത്ത പോലെ നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഇവൾ എൻ്റെ ടിക്കറ്റ് തന്നപ്പോഴത്തേക്ക് ഞാൻ പൈസ കൊടുത്തു കഴിഞ്ഞിട്ട് അവർ ബാലൻസ് തരുമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇടയ്ക്ക് ഞാൻ പറഞ്ഞു, ഞങ്ങൾ കട്ടച്ചിറപ്പള്ളിയിൽ നിന്നാണ് കയറിയത്, കിടങ്ങൂരിന്നല്ല, 4 രൂപ ബാലൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആ ചേച്ചി പിന്നെ പറയാണ്, 30 നിങ്ങൾക്ക് ടിക്കറ്റ് ഇട്ടേക്കുന്നത്, 30 തന്നെ തരണം, നിങ്ങൾ താഴത്തെ വഴി നല്ലേ കയറിയത്, അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ ശരിക്കും കട്ടച്ചിറ പള്ളി സ്റ്റോപ്പിൽ നിന്ന് തന്നെയാണ് കയറിയേക്കുന്നത്. എന്നിട്ട് പിന്നെ ഞങ്ങൾ അത്ര നേരം ഒന്നും മിണ്ടാതിരുന്നില്ല. എനിക്ക് വീഡിയോ ഇടണമെന്നോ പിടിക്കണമെന്നോ ഒന്നും തന്നെ ഇല്ല. എൻ്റെ ഇപ്പുറത്തിരുന്നൊരു ചേട്ടൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പം ഞാനും ആ ചേട്ടനും കൂടെ കുറച്ചായിട്ട് സംസാരിച്ചു. അപ്പോഴത്തേക്ക് ആ പുള്ളി എന്നെ സംഭവം എന്താണെന്നൊക്കെ ചോദിച്ചു. അന്നേരം ചോദിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, അവർ കൂട്ടി പൈസ ഇട്ടേക്കാണ് അങ്ങനെയാണ്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, അവരോട് ചോദിക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് ചോദിക്കണം, അല്ലെങ്കിൽ വാദി പ്രതിയാകും, പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട്
ഞങ്ങൾ അവരോട് ചോദിച്ച സമയത്ത് അവർ ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിച്ച സമയത്ത് അവർ ചൂടായിട്ട് ഒന്നും പറയാത്ത രീതിയിൽ പോകുമായിരുന്നു. വീഡിയോ ഓണാക്കിയെന്ന് മനസ്സിലായ സമയത്ത് അവരൊരു ബന്ധമില്ലാത്ത വേറെ പല കാര്യങ്ങൾ പറയുക. എന്നെയും കൂടെ ഭയങ്കരമായിട്ട് ആ ചേച്ചി കൺഫ്യൂസ് ചെയ്യുമായിരുന്നു. ബാലൻസ് തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറയാണ് ടിക്കറ്റിൽ എത്ര എഴുതിയേക്കുന്നത് അത്രയും തന്നെ ഞാൻ കൊടുക്കണമെന്ന്. പക്ഷെ ഞാൻ കയറിയേക്കുന്നത് കട്ടച്ചിറപ്പള്ളിയിൽ നിന്നാണ്. കട്ടച്ചിറപ്പള്ളിയിൽ നിന്ന് ഏറ്റുമാനൂരോട്ട് വെറും 13 രൂപയേ ഉള്ളൂ. അന്നേരം 13 26 രൂപ, 30 രൂപ ഞാൻ അവർക്ക് കൊടുത്തു. ബാലൻസ് അവർ 4 രൂപ ഇങ്ങോട്ട് തരണം. ഞാൻ അത് പറയുമ്പോൾ അവരത് അംഗീകരിച്ച് തരുന്നില്ല. പിന്നെ തർക്കിച്ചുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ പറയാണ് ഞങ്ങൾ സ്ഥലം അങ്ങോട്ട് പറഞ്ഞത്. അത് എവിടുന്നാണ് സത്യം പറഞ്ഞാൽ നമ്മളൊരു സ്ഥലം പറയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കാതെ തന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയും. അതായത് ഇപ്പോൾ ഞാൻ ഏറ്റുമാനൂരാണ് പോകുന്നെങ്കിൽ ഏറ്റുമാനൂരൊക്കെയാണ് പോകുന്നെങ്കിൽ ഞാൻ പറയും ഞാൻ ഒരു ഏറ്റുമാനൂർ അല്ലെ 2 പേരുണ്ടെങ്കിൽ 2 ഏറ്റുമാനൂർ ഇങ്ങനെ പറയും. പക്ഷെ അവരെന്നോട് എവിടുന്നാണ് കയറിയെന്നോ ഒന്നും ചോദിച്ചില്ല. എന്നെ ഇങ്ങനെ കാശ് തരുന്നതിൻ്റെ ഒരു ചെറിയൊരു ആക്ഷൻ പോലെ കാണിച്ചു. പിന്നെ ടിക്കറ്റ് എൻ്റെ കിട്ടി, അവൾ തന്നു. അപ്പോൾ ഞാനിപ്പോൾ പൈസയൊന്നും നോക്കുന്നില്ല ടിക്കറ്റ്. എനിക്കറിയാം 26 രൂപയാണ് ഉള്ളതെന്ന്. അപ്പോൾ ഞാൻ 30 രൂപ അങ്ങ് കൊടുത്തു. കാരണം എൻ്റെ 26 രൂപ ചേഞ്ച് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ടിക്കറ്റ് നോക്കുമ്പോൾ 30 രൂപ. അപ്പോൾ അവർ ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൽ കുറച്ച് പേരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ഇരിക്കുമായിരുന്നു, പൈസയൊക്കെ മേടിച്ചിരിക്കുമായിരുന്നു. അന്നേരം അവരിങ്ങനത്തെ ആ ചേച്ചി തിരിച്ചു വന്ന സമയത്ത് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവരൊന്നും പറയാതെ ഓരോന്ന് പറഞ്ഞിട്ട് അവർ ബാലൻസ് തരാതെ ടിക്കറ്റിൽ അതാ എഴുതിയേക്കുന്നത്, ടിക്കറ്റിലുള്ള പൈസ തരണം അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ പുറകിലോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു ബസ് സ്റ്റോപ്പ് അതായത് ഏറ്റുമാനൂർ എത്തിക്കഴിയുമ്പോൾ അവരോട് ചോദിക്കുക, അവർ തരും എന്നുള്ള ഒരു ഇതിൽ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞൊരു ചേട്ടൻ എന്നോട് ചോദിച്ചായിരുന്നു വീഡിയോ എടുക്കണം അല്ലെ പണി വരും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഓണാക്കിയിട്ട് തന്നെ ചോദിച്ച സമയത്ത് അവരെങ്ങനെ പോയാലും കാശ് തരത്തില്ല. എന്നിട്ട് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓൾറെഡി ഒരു 30 രൂപ കൊടുത്തു. 30 രൂപ കൊടുത്തത് കൂടാതെ അവർക്ക് വീണ്ടും ഒരു 26 രൂപയും കൂടെ കൊടുക്കണം. 26 രൂപ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 4 രൂപ വീണ്ടും തിരിച്ചു തരാമെന്ന്. അവർ പറയാം 30 രൂപ ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അതിനോട് 26 രൂപ കൂടെ കൊടുത്തെങ്കിൽ 4 രൂപ തിരിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു ഞാൻ ഓൾറെഡി 30 രൂപ തന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ 26 രൂപ തരേണ്ടത്, നിങ്ങളല്ലേ 4 രൂപ തരേണ്ടതെന്ന്. അപ്പോൾ അവർ പറയാം അപ്പോൾ ആ ചേച്ചി പറയാണ് ഞങ്ങളുടെ ചേഞ്ച് ഇല്ല, നിങ്ങളാണ് ചേഞ്ച് കൊണ്ടുവരേണ്ടത്, നിങ്ങൾ 26 രൂപ തന്നെ കൃത്യമായിട്ട് തരണം, അങ്ങനെ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അപ്പം തന്നെ എൻ്റെ കിളി പോയി തന്നെയാണ് ഇരിക്കുന്നത്. അന്നേരം എനിക്ക് എന്തോ പോലെ ആയിപ്പോയി. അന്നേരത്തേക്ക് അത് കഴിഞ്ഞിട്ട് എന്നാൽ പിന്നെ എൻ്റെ 30 രൂപ 26 രൂപ തിരിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ചേഞ്ച് മേടിക്കാൻ പോയി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നും 4 രൂപയ്ക്ക് വേണ്ടി ആരെങ്കിലും ചോദിക്കോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് 1 രൂപ പോലും ഒരു മനുഷ്യർ ഫ്രീ ആയിട്ടൊന്നും തന്നിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാണ് എൻ്റെ 4 രൂപ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടത്? അവർ എന്നോട് പറയാം ചേഞ്ച് ഇല്ല മോളെ, ചേഞ്ച് ഇല്ല, എന്നാൽ സൗമ്യമായിട്ട് ചേഞ്ച് ഇല്ല, എഴുതി പോയില്ലേ എന്നൊക്കെ ഒന്ന് സൗമ്യമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ കേട്ടേനെ. പക്ഷെ അവർ ഞങ്ങളെ ബ്ലെയിം ചെയ്യാണ്. അതായത് ഞങ്ങൾ സ്ഥലം പറഞ്ഞില്ല എന്ന്. ഞങ്ങൾ കൃത്യമായിട്ട് 2 ഏറ്റുമാനൂരെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ എവിടുന്നാണ് കയറിയെന്നോ എന്താണെന്നോ ഒന്നും ഇങ്ങോട്ട് ചോദിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞു. എന്നിട്ട് പിന്നെ എൻ്റെ കിളി പോയി. ഞാൻ എന്നിട്ട് പറഞ്ഞു എന്നെ 30 രൂപ ഞാൻ 26 രൂപ എങ്ങനെ ഒപ്പിച്ചു തരാമെന്ന് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു കടയിൽ കയറിയപ്പം 10 രൂപ കൊടുത്തിട്ട് എൻ്റെ മനസ്സിൽ 4 രൂപ എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. 4 രൂപ കിട്ടാൻ 4 രൂപ കിട്ടണം. അപ്പോഴത്തേക്ക് ഞാൻ ആദ്യം അയാളോട് ചേഞ്ച് തരാമോ എന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കാരുടെ ചേഞ്ച് ഉണ്ട്, പക്ഷേ ഒരു പ്രായമായ KSRTC ഏറ്റുമാനൂർ KSRTC തന്നെയുള്ള ഒരു കട, അതായത് ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ തന്നെയുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ ചേഞ്ച് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ്റെ കയ്യിലൊരു ചേഞ്ച് ഉണ്ടായിരുന്നു. പക്ഷേ എന്നിട്ട് 10 രൂപ ഞാൻ ചേഞ്ചായിട്ട് ചോദിച്ചപ്പം പുള്ളി തരാൻ തയ്യാറായില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ 6 മിഠായി ഇതാ, ഞാൻ 4 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് പുള്ളി ഞാൻ 6 മിഠായി മേടിച്ചു. എന്നിട്ട് 4 രൂപയായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ 26 രൂപ ഞാൻ ആ പുള്ളിക്കാരത്തിയാണ് ചേഞ്ച് ഉണ്ടാക്കി ആ സ്ത്രീ ആയിരുന്നു എനിക്ക് തരേണ്ടത്. പക്ഷേ അവരെക്കാൾ എത്ര പ്രായത്തിൻ്റെ ഇളയതാണ് ഞാൻ. എന്നിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ 4 രൂപ ഞാൻ കൊടുത്തു. 4 കൊടുത്തപ്പോഴത്തേക്ക് എന്നോട് ചോദിക്കുക പൊട്ടിയാണോ 30 രൂപ ഞാൻ തന്നില്ലേന്ന്. അവർക്ക് സൗമ്യമായിട്ട് എന്നോട് ചോദിക്കായിരുന്നു എന്തിനാണ് അങ്ങനെ ചോദിച്ചത്. അന്നേരം എനിക്ക് പെട്ടെന്ന് അന്നേരമാണ് 26 രൂപ എന്ന് പിന്നെ വന്നത്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സ് അപ്പം എൻ്റെ കയ്യിലില്ലായിരുന്നു. ഞാൻ പേഴ്സ് പോയി എടുത്ത്
പേഴ്സ് പോയി എടുത്ത് അതിൽ നിന്ന് 5 രൂപയും ആ മറ്റേ കടയിൽ നിന്ന് കിട്ടി 2 രൂപയാണ് കൂട്ടി 27 രൂപ കൊടുത്തിട്ട് 1 രൂപ ഇങ്ങനെ തരാൻ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 രൂപ എൻ്റെ കൈ തരുമല്ല ചെയ്തത്, അവരത് റോഡിലോട്ട് എടുത്തെറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കൺട്രോൾ പോയി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യുന്നത്, നിങ്ങൾ ഒരാളോട് ഇങ്ങനെയാണോ ചെയ്യുന്നത്, എനിക്ക് എൻ്റെ ക്യാഷ് എൻ്റെ കൈ തന്നെ കിട്ടണം. അപ്പോഴത്തേക്ക് നമ്മളൊരു സാധാരണ ഈ സിനിമയിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം നമ്മുടെ കൂടെ നിൽക്കും, നമ്മുടെ സൈഡിൽ നിൽക്കും, നമ്മുടെ സൈഡിൽ നിന്ന് നമ്മളെ ഇതാക്കും. പക്ഷെ അവരെന്നാ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ വീഡിയോ ഒന്നും ക്ലിയറായിട്ട് എടുക്കാൻ കൂടെ പറ്റിയിട്ടില്ലായിരുന്നു. തുടക്കത്തിൽ ഞാൻ എടുത്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കയ്യിൽ നിന്നേ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു മൊട്ടത്തലയൻ ചേട്ടൻ പുറകിലിരുന്ന് ചേട്ടൻ അയാൾ ഏറ്റിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോകണം, 4 രൂപയ്ക്ക് വേണ്ടിയാണ് വഴക്കുണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നെ കുറേ ചീത്ത വാക്കുകളൊക്കെ യൂസ് ചെയ്ത് കുറേ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിങ്ങനത്തൊക്കെ പുറകിൽ 2-3 പേരും കൂടെ ഏറ്റിട്ട് എന്നോട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ആ 1 രൂപ എനിക്ക് എടുത്ത് തന്നില്ല. 1 രൂപ അവർ റോഡിലോട്ട് എടുത്തെറിഞ്ഞ് തന്നു. തന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും ഡാമേജ് അവർ ആ കണ്ടക്ടറും അവിടുത്തെ പാസഞ്ചറായിട്ടുള്ള ആൾക്കാരും എനിക്കുണ്ടാക്കി. ഇത് മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്കുണ്ടായ ഇൻസിഡൻറ്റ് പല ആൾക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും തുറന്ന് പറയത്തില്ല, കാരണം പേടിച്ചിട്ട് നമ്മൾ പറഞ്ഞാലും ആരും ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് ആ ഒരു റീസൺ കൊണ്ട് ആരും ഒന്നും പറയുന്നില്ല. ഇപ്പം തന്നെ കുറേ പെണ്ണുങ്ങളെ ബസ്സിൽ പോകുന്ന സമയത്ത് ആൾക്കാർ പിടിക്കുന്നുണ്ട്, പക്ഷേ അവരൊന്നും പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കുന്നതിൻ്റെ അല്ല, പ്രതികരിച്ചാൽ പോലും ആ ബസ്സിലുള്ള ആൾക്കാർ അവരെ ആരും ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇതിപ്പം എൻ്റെ അത്ര സീരിയസ് അല്ല എങ്കിൽ പോലും എൻ്റെ സൈഡ് നിൽക്കാതെ അവരെല്ലാം കൂടെ ആ കണ്ടക്ടറുടെ സൈഡാണ് നിന്നത്. കണ്ടക്ടറുടെ സൈഡ് നിന്നിട്ട് അവർക്ക് പോകണം, അങ്ങനെയാണ് ഒരു മനസാക്ഷിക്കുത്തില്ലാതെയാണ് ആ പാസഞ്ചേഴ്സും കണ്ടക്ടേഴ്സും ഒക്കെ എന്നോട് പെരുമാറിയത്. ഇങ്ങനെയാണോ നിങ്ങൾ KSRTC ജനങ്ങൾക്ക് വേണ്ടി ഇതാക്കിയേക്കുന്നത്? അതായത് നിങ്ങൾ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഉള്ളത്, അല്ലാതെ നിങ്ങളെ അല്ല ജനങ്ങൾ സേവിക്കേണ്ടത്. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, റോഡിലോട്ട് എടുത്ത് എറിഞ്ഞു തന്നു. അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് റോഡിലോട്ട് ആ ചേച്ചി എടുത്ത് എറിഞ്ഞു. ഞാൻ എന്നെ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. എന്നിട്ട് അവരറ്റവും മൂല്യമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് 30 രൂപ കൊടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും 26 രൂപയും കൂടെ കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. എന്നാൽ മാത്രമേ ഒരു 4 രൂപ തിരിച്ചു തരുള്ളൂ. ഈ KSRTCയിലുള്ള ഇപ്പം എനിക്ക് തോന്നുന്നു ഈ KSRTC വർക്ക് ചെയ്യുന്ന എല്ലാ സ്ത്രീകളും ഒരുമാതിരി അവരുടെ കുടുംബത്തിലെ ഓരോ അടിയും കുത്തും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് KSRTCയിലോട്ട് വന്ന് അത് മൊത്തം തീർക്കുന്നത് ബസ്സിൽ കയറുന്ന ആൾക്കാരോടാണ്. എനിക്ക് തോന്നുന്നു ആ ചേച്ചിയുടെ വീട്ടിൽ എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ആ ദേഷ്യം മൊത്തം എന്നോട് തീർത്തത് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ.